ചുറ്റുമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനും ജിജ്ഞാസയോടെ അവയിൽ പര്യവേഷണങ്ങൾ നടത്താനും എന്നും താല്പര്യമുള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്തിൽ വരെ എത്തിയത്. എന്നാൽ ഇന്നും മനുഷ്യൻ എത്തിയിട്ടില്ലാത്ത ഒരു വലിയ മേഖല ഭൂമിയിലുണ്ട്. അതാണ് ഭൂമിയുടെ ഉൾഭാഗം. ഭൂമിയുടെ ഉൾഭാഗത്തിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെങ്കിലും ഉൾഭാഗത്തിൽ, അതായത് ആയിരക്കണക്കിന് കിലോമീറ്റർ ആഴത്തിൽ എന്താണുള്ളതെന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെ കാണണമെങ്കിൽ ഭൂമിയുടെ മധ്യഭാഗത്തിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കണം. അങ്ങനെയാണ് ശാസ്ത്രജ്ഞർ റഷ്യയിലെ മനോഹരമായ കോല എന്നൊരർദ്ധദ്വീപിൽ ഭൂമിയുടെ ഉള്ളിലേക്ക് ഒരു വലിയ തുരങ്കമുണ്ടാക്കിയത്. ഈ കുഴിയാണ് ഇന്ന് ലോകത്തിലെ തന്നെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും ആഴമേറിയ ഗർത്തം. ഈ അഗാധമായ ഗർത്തത്തിനു നൽകിയിരിക്കുന്ന പേരാണ് കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ. പാതാളത്തിലേക്കുള്ള വഴിയെന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത് പോലും. കോല സൂപ്പർ ഡീപ്പ് ബോർഹോളിൽ നിന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ പലരും ഭൂമിയുടെ ഉള്ളിലേക്ക് കഴിയുന്നത്ര ആഴത്തിൽ കുഴികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭൂമിക്കടിയിൽ എന്തൊക്കെയായിരിക്കും മറഞ്ഞു കിടക്കുന്നത് എന്നറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. ഇപ്പോഴും പല ഗവേഷകരും ഇത്തരം പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ഈ പരീക്ഷണങ്ങളിലൂടെ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും കണ്ടെത്താറുമുണ്ട്. ഉദാഹരണത്തിന്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് റഷ്യ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒരു വിഭാഗം ഭൂതത്വശാസ്ത്രജ്ഞർ ചേർന്ന് നോർത്ത് അമേരിക്കയിൽ നടത്തിയ പഠനത്തിൽ അവർക്ക് ഏകദേശം 250 കോടി വർഷങ്ങൾക്ക് മുൻപ്, അതായത് ആർക്കിയൻ യുഗത്തിൽ നിലനിന്ന ഒരു മഹാസമുദ്രത്തിന്റെ തെളിവുകൾ കിട്ടി. ഭൂമിയുടെ ആരംഭകാലത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഒത്തിരിയേറെ സഹായകരമാണ്. ഇതുപോലെ ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ ചരിത്രത്തിനെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നടത്തിയ ഒരു ശാസ്ത്ര ഗവേഷണത്തിന്റെ അനന്തര ഫലമാണ് കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ. ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപാണ് ഈ കുഴി നിർമ്മിച്ചത്. പക്ഷേ ഇന്നും ഇത് തന്നെയാണ് ലോകത്തിലെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും ആഴമേറിയ കുഴി. കഴിയുന്നത്ര ആഴത്തിൽ വരെ കുഴിക്കാനായിരുന്നു അവരുടെ പദ്ധതി. റഷ്യയിലെ വളരെ മനോഹരവും അതേസമയം രൂക്ഷമായ കാലാവസ്ഥയുമുള്ള കോല എന്നൊരർദ്ധദ്വീപിലാണ് അവർ ഈ ഗവേഷണം നടത്തിയത്. 1970 മെയ് 24 അവർ ഈ ബോർഹോൾ കുഴിക്കാൻ തുടങ്ങിയത്. അത് ശീതയുദ്ധം നടക്കുന്ന കാലമായിരുന്നു. പണ്ട് 1957 അമേരിക്കയും ഇത്തരമൊരു പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പല കാരണങ്ങളാലും അവർക്ക് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനാൽ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ചെയ്താൽ അത് നമുക്ക് വലിയൊരു വിജയമായിരിക്കുമെന്ന് അറിയാമായിരുന്നിട്ട് തന്നെയാണ് സോവിയറ്റ് യൂണിയൻ കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ പദ്ധതി ആരംഭിച്ചത്. കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ പദ്ധതിയുടെ പ്രധാന ശാസ്ത്ര ലക്ഷ്യമെന്നത് ഭൂമിയുടെ രണ്ടാമത്തെ പാളിയായ മാന്റിൽ വരെ കുഴിക്കുകയും അവിടെ നിന്നും സാമ്പിൾസ് ശേഖരിക്കുക എന്നതുമായിരുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ പാളിയായ ക്രസ്റ്റിനെ കുറിച്ച് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ശരി തന്നെയായിരുന്നോ എന്ന് സ്ഥിരീകരിക്കുക എന്നതും മറ്റൊരു ലക്ഷ്യമായിരുന്നു. 1970 ഈ ബോർഹോൾ കുഴിക്കാൻ തുടങ്ങിയെങ്കിലും അന്നത്തെ സാങ്കേതിക വിദ്യകളുടെ പരിമിതികൾ കാരണം കുഴിക്കുന്ന പ്രക്രിയ വളരെ പതിയെ മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, വേറെയും ഒത്തിരിയേറെ വെല്ലുവിളികൾ ഈ ദൗത്യത്തിനുണ്ടായിരുന്നു. അന്ന് എണ്ണ ഖനനികളിൽ ഉപയോഗിച്ചിരുന്നതായ വളരെ മികച്ച ഒരു തരം ഡ്രില്ലിംഗ് യന്ത്രമാണ് അവരാദ്യം ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. എന്നാൽ പിന്നീട് അവർക്ക് ഇതിനു വേണ്ടി പ്രത്യേകം ഒരു ഡ്രില്ലിംഗ് മെഷീൻ നിർമ്മിക്കേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ സോവിയറ്റ് യൂണിയൻ പതിയെ കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ ഡ്രില്ലിംഗ് ചെയ്യുന്നതിനിടയിൽ ലോകത്തിലെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും ആഴമേറിയ ഗർത്തം 1972 അമേരിക്ക നിർമ്മിച്ചു. ഒക്ലഹോമയിലെ ഒരെണ്ണ ഖനനി കേന്ദ്രത്തിലാണ് 9583 മീറ്റേഴ്സ് ആഴത്തിൽ കുഴിയുണ്ടാക്കി അമേരിക്ക ലോക റെക്കോർഡ് സ്ഥാപിച്ചത്. അപ്പോഴും സോവിയറ്റ് യൂണിയൻ അവരുടെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 7000 മീറ്റർ വരെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർക്ക് ഡ്രില്ലിംഗ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ 7000 മീറ്റേഴ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ കട്ടിയുള്ള പാറകളായിരുന്നു. ഈ പാറകളെ ഭേദിച്ചു പോകാൻ ഡ്രില്ലറിന് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ 1974 ഞാൻ കുറച്ചു മുന്നേ സൂചിപ്പിച്ചതുപോലെ അവരിതിനു വേണ്ടി പ്രത്യേകം ഒരു പുതിയ രീതിയിലുള്ള ഡ്രില്ലിംഗ് മെഷീൻ നിർമ്മിച്ചു.
അങ്ങനെ 1979 അമേരിക്കയുടെ ലോക റെക്കോർഡ് ഭേദിച്ച് കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ 9583 മീറ്റേഴ്സ് ആഴം കടന്നുപോയി. 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, അതായത് 1982 ഈ ബോർഹോൾ 11,662 മീറ്റേഴ്സ് ആഴത്തിലെത്തി. എന്നാൽ നിർഭാഗ്യവശാൽ യന്ത്രത്തിലുണ്ടായ ഒരു തകരാറ് കാരണം അവർക്കത് കൂടുതൽ ആഴത്തിൽ കുഴിക്കാനായില്ല. അതുകൊണ്ട് അടുത്ത വർഷം, അതായത് 1983 ഏകദേശം 9300 മീറ്റേഴ്സ് ആഴത്തിൽ നിന്നും അവർ വീണ്ടും മറ്റൊരു പാതയിലൂടെ കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ 1983 ഈ രണ്ടാമത്തെ ഗർത്തം 12,000 മീറ്റേഴ്സ് കടന്നു. എന്നാൽ അതിനുശേഷം പല കാരണങ്ങളാലും ഏകദേശം 1 വർഷത്തോളം കാലം അവർക്കിത് നിർത്തിവെക്കേണ്ടി വന്നു. ശേഷം 1984 വീണ്ടും ഡ്രില്ലിംഗ് ആരംഭിച്ചപ്പോൾ ഡ്രില്ലറിന്റെ വലിയൊരു പൈപ്പ് പൊട്ടിപ്പോവുകയും അത് കുഴിയിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു. അതിനാൽ തന്നെ 2 വർഷത്തോളം കാലം പണി മുടങ്ങിപ്പോയി. പിന്നെ 1986 അവർ വീണ്ടും കുഴിക്കാൻ തുടങ്ങിയത്. നിർഭാഗ്യവശാൽ ഏകദേശം 7000 മീറ്റേഴ്സ് ആഴം മുതൽ അവർക്ക് വീണ്ടും പുതിയൊരു പാതയിലൂടെ കുഴിക്കേണ്ടി വന്നു. ഈ മൂന്നാമത്തെ കുഴിയാണ് 1989 12,262 മീറ്റേഴ്സ് ആഴത്തിലെത്തി ലോക റെക്കോർഡ് സ്ഥാപിച്ചത്. 12,000 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക. സാധാരണ വിമാനങ്ങൾ പറക്കുന്നത് ഉപരിതലത്തിൽ നിന്നും ഏകദേശം 9.5 കിലോമീറ്റർ മുതൽ 11.5 കിലോമീറ്റർ ഉയരത്തിലൂടെയാണ്. അതുപോലെ തന്നെ ആഴക്കടലിലെ ഏറ്റവും ആഴമേറിയ പോയിന്റ് എന്നത് മരിയാന ട്രെഞ്ച് ആണ്. അതിന് പോലും 11,034 മീറ്റേഴ്സ് ആഴമേ ഉള്ളൂ. അതിനാൽ തന്നെ ശരിക്കും ലോകത്തിനെ അത്ഭുതപ്പെടുത്തിയ കാര്യം തന്നെയാണ് സോവിയറ്റ് യൂണിയൻ ചെയ്തത്. ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയത് 12 കിലോമീറ്റർ ആഴമുണ്ടെങ്കിലും ഇതിന്റെ വീതി എന്നത് വെറും 23 സെന്റിമീറ്റേഴ്സ് മാത്രമാണ്. ഇതിനുശേഷം അവർ വീണ്ടും 2 തവണ കൂടെ കൂടുതൽ ആഴത്തിലേക്ക് ഡ്രില്ലിംഗ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ആ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയി. അവസാനം 1994 അവർ ഡ്രില്ലിംഗ് പൂർണ്ണമായും അവസാനിപ്പിച്ചു. 12,000 മീറ്റേഴ്സ് ആഴത്തിലെത്തുമ്പോൾ ഏകദേശം 100 ഡിഗ്രി സെൽഷ്യസ് താപനിലയായിരിക്കും ഉണ്ടാവുക എന്നാണ് അവരാദ്യം കരുതിയത്. എന്നാൽ അത്രയും ആഴത്തിലെത്തിയപ്പോൾ പ്രതീക്ഷയ്ക്കും അപ്പുറം 180 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു താപനില. ഇത്രയും കഠിനമായ ചൂടിൽ കൂടുതൽ ആഴത്തിലേക്ക് ഡ്രില്ലിംഗ് ചെയ്യുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളതും ചിലവേറിയതുമായ കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ഈ പദ്ധതി അവസാനിപ്പിച്ചത്. ഈ പ്രോജക്റ്റിലൂടെ നമ്മുടെ ഭൂമിയെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഒന്നാമത്തെ കാര്യമെന്നത് ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ പാളിയായ ക്രസ്റ്റിനെ 2 പാളികളായിട്ട് വീണ്ടും തിരിക്കാനാകും. അപ്പർ ക്രസ്റ്റ്, ലോവർ ക്രസ്റ്റ്. ഈ അപ്പർ ക്രസ്റ്റ് അവസാനിച്ച് ലോവർ ക്രസ്റ്റ് തുടങ്ങുന്നത് ഏകദേശം 7 മുതൽ 10 കിലോമീറ്റർ ആഴത്തിലാണെന്നാണ് പണ്ട് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ 12 കിലോമീറ്റർ ആഴത്തിലെത്തിയിട്ടും അപ്പർ ക്രസ്റ്റ് മേഖല അവസാനിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ശരിക്കും അപ്പർ ക്രസ്റ്റ് ഭാഗം 12 കിലോമീറ്ററിനേക്കാൾ ആഴം വരെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. രണ്ടാമത്തെ കാര്യമെന്നത് ഇത്രയും ആഴത്തിൽ ജലമുണ്ടായിരിക്കുമെന്ന് ഭൂതത്വശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചിരുന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ ജലമുണ്ടായിരുന്നു. ഇത് ശരിക്കും ക്രസ്റ്റിന്റെ ഏറ്റവും അടിയിലുള്ള ധാതുക്കളിൽ നിന്നും വരുന്ന ജലമാണ്. മുകളിലത്തെ കട്ടി കൂടിയ പാറകൾ കാരണമാണ് ഈ ജലത്തിന് ഉപരിതലത്തിൽ വരാൻ കഴിയാത്തത്. എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയ കണ്ടുപിടുത്തം എന്താണെന്നാൽ ജീവജാലങ്ങളുടെ ഫോസിൽസ് അഥവാ അവശേഷിപ്പുകളാണ്. വ്യത്യസ്തമായ 24 തരം സൂക്ഷ്മജീവികളുടെ ഫോസിൽസ് ഈ ഗർത്തത്തിൽ നിന്നും കണ്ടെത്തി. ഈ ഫോസിൽസിന് ഏകദേശം 200 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. 6200 മീറ്റർ ആഴത്തിൽ നിന്നുമാണ് അവർക്ക് ഈ ഫോസിൽസ് ലഭിച്ചത്. ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഫോസിലിന് ഏകദേശം 350-നും 370 കോടി വർഷങ്ങൾക്കുമിടയിൽ പഴക്കമുണ്ടായിരുന്നു. എങ്കിലും 6 കിലോമീറ്റർ ആഴത്തിൽ നിന്നും ഒരു തരത്തിലുമുള്ള ഫോസിൽസും ലഭിക്കുമെന്ന് കരുതിയതല്ല. അതിനാൽ തന്നെ ഇത് ശരിക്കും ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിയ കണ്ടുപിടുത്തം തന്നെയായിരുന്നു. മറ്റൊരു കാര്യമെന്നത് ഭൂമിയുടെ ഉള്ളിലെ താപനിലയെക്കുറിച്ച് അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഉപരിതലത്തിൽ നിന്നും കുഴിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ കിലോമീറ്റർ ആഴത്തിൽ എത്തുമ്പോഴും 11 ഡിഗ്രി സെൽഷ്യസ് വെച്ചാണ് താപനില ഉയർന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ 10 കിലോമീറ്റർ ആഴത്തിൽ എത്തുമ്പോൾ 110 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ അത്രയും ആഴത്തിലെത്തിയപ്പോൾ 160 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു താപനില.
12 കിലോമീറ്റർ എത്തിയപ്പോഴേക്കും താപനില 180 ഡിഗ്രി സെൽഷ്യസിനും മുകളിലെത്തി. ക്രസ്റ്റ് പാളിയിൽ മുൻപ് ശാസ്ത്രജ്ഞർ വിചാരിച്ചിരുന്നതിനേക്കാൾ സമ്മർദ്ദം കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും ക്രസ്റ്റിൽ ഇത്രയും താപനിലയുള്ളത്. ഇനി വേറൊരു കണ്ടുപിടുത്തം എന്നത് 8 കിലോമീറ്ററുകൾക്കും അടിയിൽ വലിയ തോതിലുള്ള ഹൈഡ്രജൻ വാതകമുണ്ട്. ഇത് ശരിക്കും അപ്രതീക്ഷിതമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു. എന്തായാലും അതികഠിനമായ ചൂടും സമ്മർദ്ദവും മറ്റ് കാരണങ്ങളാലും കാരണം ഈ പരീക്ഷണം തുടർന്ന് നടത്താൻ വലിയ തോതിലുള്ള കാശ് ചിലവാക്കേണ്ടി വരുമെന്ന് മനസ്സിലായതിനാൽ 1995 ഈ പദ്ധതി അവസാനിപ്പിക്കുകയും ശേഷം 2008 അത് മൂടപ്പെടുകയും ചെയ്തു. അതുമാത്രമല്ല 1990കളുടെ തുടക്കത്തിലാണ് സോവിയറ്റ് യൂണിയൻ തകരുന്നത്. ഇന്നും ഈ ഗർത്തം മൂടപ്പെട്ട നിലയിൽ നമുക്ക് കാണാൻ കഴിയും. പല കിലോമീറ്ററുകൾ ആഴത്തിലെത്തിയ നാൾ മുതൽ, അതായത് 1980കളുടെ തുടക്കം മുതൽ കോല സൂപ്പർ ഡീപ്പ് ബോർഹോളിനെ ആസ്പദമാക്കി നിരവധി കെട്ടുകഥകൾ പ്രചരിക്കാൻ തുടങ്ങി. അതിലേറ്റവും അധികം പ്രചരിപ്പിക്കപ്പെട്ട കെട്ടുകഥ ഇതാണ്. റഷ്യയിലെ ശാസ്ത്രജ്ഞർ 14.5 കിലോമീറ്റർ ആഴത്തിൽ വരെ കുഴിക്കുകയുണ്ടായി. അത്രയും ആഴത്തിലെത്തിയപ്പോൾ അവരവിടെ വലിയൊരു ശൂന്യതയാണ് കണ്ടത്. 1000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു അവിടുത്തെ താപനില. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അത്യധികം ചൂട് താങ്ങാൻ കഴിയുന്ന ഒരു മൈക്രോഫോൺ അവർ താഴേക്കിറക്കി. അപ്പോൾ ആ ശൂന്യതയ്ക്ക് മടിയിൽ നിന്നും വന്ന ശബ്ദം കേട്ട് അവർ നടുങ്ങിപ്പോയി. മനുഷ്യരുടെ നിലവിളികളാണ് അവർ കേട്ടത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ശരിക്കും അതിനടിയിൽ നരകമാണ്. അവർ കേട്ട ശബ്ദം ഇതാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ചെറിയൊരു ഭയം തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വെറും ഒരു തമാശ മാത്രമാണ്. ഇതിൽ കേൾക്കുന്ന ശബ്ദം ശരിക്കും 1972 ഇറങ്ങിയ ബാരോൺ ബ്ലഡ് എന്ന സിനിമയുടെ പല ശബ്ദങ്ങളെ ഒരുമിച്ച് ചേർത്തതാണ്. നിർഭാഗ്യവശാൽ വെറും ഒരു തമാശയായിട്ട് മാത്രം കാണേണ്ടതിന് പകരം ഈ കെട്ടുകഥ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു ശതമാനം പേർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.